നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റി 50യുടെ മൂവ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ ലോ ടു ഹൈ ഇപ്പോൾ സമയമുള്ളത് 10:55 കഴിഞ്ഞു. അപ്പോൾ നിഫ്റ്റിയുടെ ടോട്ടൽ മൂവ് വന്നേക്കുന്നത് 0.39% ആണ്. അതായത് 100 പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 94 പോയിൻ്റാണ് നിഫ്റ്റി ഇന്ന് ടോട്ടൽ ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ നമുക്കുള്ളൊരു സപ്പോർട്ട് ഒരു ലൈക്കിൻ്റെ ഫോമാറ്റിൽ ഒന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നങ്ങോട്ട് കാണുക എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. വരുന്ന വീഡിയോകൾ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിലൂടെ ഉറപ്പായും കിട്ടിയേക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഇത് ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടാവാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ഷെയറും കൂടെ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാന ഭാഗം നമ്മൾ അടുത്ത മാസം, അതായത് ഓഗസ്റ്റിൽ അത് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാന ഭാഗം നമ്മൾ പറയുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്യുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്താണ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന് മധ്യഭാഗത്തായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് തൊട്ട് താഴത്ത് എവിടെയാണ് സപ്പോർട്ട് ഉള്ളതെന്ന് നമ്മൾ നോക്കും. അവിടെ നമ്മളൊരു ബൈ ഓർഡർ മുൻകൂട്ടി തന്നെ പ്ലേസ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കറിയാം, 9:15 മാർക്കറ്റ് റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വലി മാർക്കറ്റിലേക്ക് നമുക്ക് ബയ്യോ സെല്ലോ ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് സെറോദയിലെ അലർട്ട് ട്രിഗർ ഓർഡർ. അപ്പോൾ നിങ്ങൾ സെറോദയിലേക്ക് ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ സെറോദയുടെ ലിങ്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എനിവേ, സെറോദയിൽ മാത്രമാണ് നിലവിൽ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അലർട്ട് ട്രിഗർ ഓർഡർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ താഴത്തേക്ക് അലർട്ട് ട്രിഗർ ഓർഡർ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം, അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വെക്കാൻ സാധിക്കും എന്നത് അതിൻ്റെ ഒരു ഗുണമാണ്. ഒപ്പം തന്നെ എപ്പോഴാണോ ഇവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റാകുന്നത്, അപ്പോൾ നമ്മുടെ ബൈ ഓർഡർ പ്ലേസ് ആകും, നമുക്ക് എൻട്രി ഇവിടെ കിട്ടുന്നുണ്ടാവും. ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റിൽ മുകളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടുന്ന് സെല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൈസ് ആക്ഷൻ ലൈൻസ് പോയിന്റുകൾ നമ്മൾ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് റാൻഡംലി നമ്മളൊരു ട്രേഡ് ഒരു കാലത്തും എടുക്കത്തില്ല. മറിച്ച് നമ്മൾ ഈ പർട്ടിക്കുലർ പോയിന്റുകളിൽ മാത്രമേ എൻട്രി എടുക്കത്തുള്ളൂ. അതും സപ്പോർട്ടിൽ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് ബൈ ആയിരിക്കും. റെസിസ്റ്റൻസിൽ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന സെല്ല് മാത്രമായിരിക്കും. റെസിസ്റ്റൻസിൽ നമ്മൾ ബൈ ചെയ്യാറില്ല, അതേപോലെ സപ്പോർട്ടിൽ നമ്മൾ സെല്ലും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, താഴത്തേക്ക് വന്ന് മാർക്കറ്റ് എപ്പോഴാണോ നമ്മുടെ ഓർഡറിൽ ഹിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളിവിടെ ബൈ എടുക്കുന്നുണ്ടാകും. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ടാർഗറ്റ് 1:2 അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഏതാണോ കൂടുതൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈയിങ് പൊസിഷൻ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് എപ്പോഴാണോ മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെല്ല് എടുക്കും. അതിന് ശേഷം നമ്മളുടെ ടാർഗറ്റിലേക്ക്, അതല്ല എങ്കിൽ 1:2 നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ 1:2 ഏതാണോ കൂടുതൽ അതിനു വേണ്ടി ടാർഗറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത, നിങ്ങൾ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് നിങ്ങൾക്ക് ഇന്ന് തന്നെ തീരുമാനിക്കാം. ഇന്ന് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടും റെസിസ്റ്റൻസും 3-4 പോയിന്റുകൾ നമ്മൾ ഇതുപോലെ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇന്ന് തന്നെ, നാളെ ആ ഏരിയയിൽ മാർക്കറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് ഇന്നേ തീരുമാനിക്കാം എന്നതുകൊണ്ട് തന്നെ നമുക്ക് റണ്ണിങ് മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ എൻട്രി പോയിൻ്റ് കണ്ടെത്താൻ വേണ്ടി ആ സമയത്ത്
ഇപ്പോൾ റണ്ണിങ് മാർക്കറ്റിൽ ഒരു എൻട്രി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നേരെ മറിച്ച് നമുക്ക് ഇന്ന് തന്നെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും. അപ്പോൾ ഈ ഒരു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അതിനും കൂടെ നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ 1, 2, 3, 4 ഇത്രയും 4 പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ മാത്രമേ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നുള്ളൂ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ പ്രൈസ് ആക്ഷൻ ലാസ്റ്റ് ഇതൊരു ബൈ പോയിൻ്റാണ് നമ്മളുടെ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച്. അപ്പോൾ ഇവിടെ ബൈ ഓർഡർ നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് വരാം. ഇത് നമ്മൾ ഓർഡർ ബൈക്കുള്ളത് പ്ലേസ് ചെയ്തിരുന്ന അലർട്ട് ഓർഡർ ആയിട്ടാണ്. ഇന്നലെ 2 അലർട്ട് ഓർഡർ മാത്രമേ നമ്മൾ വെച്ചിരുന്നുള്ളൂ. ഒന്ന് ബൈ ചെയ്യാനുള്ളത് 331.5 നമ്മൾ അലർട്ട് ഓർഡർ വെച്ചിരുന്നു. അപ്പോൾ 9/7 പ്രീ മാർക്കറ്റ് ഓപ്പൺ ഡാറ്റ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അതിൽ താഴെയാണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഈ സപ്പോർട്ട് ലൈനിൻ്റെ താഴത്ത് ഓപ്പൺ ചെയ്തു. സോ ദാറ്റ് നമ്മൾ ഇന്നലെ പ്ലേസ് ചെയ്തിരുന്ന ഈ അലർട്ട് ട്രിഗർ ഓർഡർ ഡിസേബിൾഡ് പൊസിഷനിലാണ് നമ്മൾ വെച്ചിരുന്നത്. അത് നമ്മൾ പിന്നെ എനേബിൾ ചെയ്തില്ല, കാരണം ഈ ഓർഡറിന് ഇനി കാര്യമില്ല. സോ ദാറ്റ് നമുക്ക് പിന്നെ ഇന്നലെ മാർക്ക് ചെയ്ത് വെക്കാഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അറിയത്തില്ല ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണ്. ഈ കാണുന്ന പോയിന്റിൽ സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കുറച്ചധികം ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നാണ് കണ്ടെത്തിയേക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തിയത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ മാർക്കറ്റ് പിന്നീട് ഉണ്ടായിരുന്നത് എന്നാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. 26 ജൂണിലാണ് മാർക്കറ്റ് ആ ഒരു പ്രൈസിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 5 മിനിറ്റിലേക്ക് മാർക്കറ്റിനെ സ്വിച്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ കണ്ട ആ ഡേറ്റിലേക്ക്, അതായത് ജൂൺ 26 നമ്മൾ പോയി. ജൂൺ 26 ചെന്നപ്പോൾ നമുക്ക് ഇതാണ് അന്നത്തെ മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ്. നല്ലൊരു മൂവ് കൊടുത്തിട്ടുള്ള ദിവസമാണ്. നമുക്കിവിടെ കാണാം ലോ ടു അന്നത്തെ ഹൈ വരെ മാർക്കറ്റ് 3% മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ തന്നേക്കുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ താഴത്തായിരുന്നു. സോ ദാറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട്, അത് നല്ലൊരു സപ്പോർട്ട് നമുക്ക് കണ്ടെത്തണം. അത് നമ്മൾ കണ്ടെത്തിയത് ഈ ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ക്യാൻഡിലിൻ്റെ ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ 1% അടുത്തുണ്ട്. അതായത് ഈ ക്യാൻഡിലിൻ്റെ ലോ ടു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 1% അടുത്തുണ്ട്. ഒരു ക്യാൻഡിൽ അത്രയും വലിയ മൂവ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരിക്കലും റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, മറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അവിടെ കാര്യമായ രീതിയിൽ ബൈ ചെയ്തത് കൊണ്ട് സംഭവിച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കുമ്പോൾ തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ആ ക്യാൻഡിലിലെ ചേഞ്ച് എന്താണെന്നുള്ളത്. ഇതാണ് 9.94% ചേഞ്ച് ആ ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇനി അറിയേണ്ടത് അവിടെ എന്ത് വോളിയം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വോളിയം ബാർ വിസിബിൾ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാം 747K വോളിയം ഈ ഒരൊറ്റ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി അതിനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ബ്ലോക്ക് ഓഫ് ഓർഡേഴ്സ് ഇവിടെ ഹിറ്റായിട്ടുണ്ട്, മാർക്കറ്റ് ഓർഡേഴ്സ്. സോ ദാറ്റ് നമ്മളിവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതിന് ശേഷം തിരിച്ച് താഴത്തേക്ക് വന്നപ്പോൾ ഇവിടെ അത് സപ്പോർട്ട് എടുത്തു. ഒപ്പം തന്നെ ഈ ക്യാൻഡിൽ മുകളിൽ പോയിട്ട് തിരികെ വന്നപ്പോൾ അവിടെ വീണ്ടും അത് 2 തവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 1, 2, പിന്നെ ഇതിവിടെ 1, 3 തവണയും മാർക്കറ്റ് താഴത്തേക്ക് വന്നപ്പോഴൊക്കെ അത് സപ്പോർട്ടായി മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഈ ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് ഡേയിലേക്ക് വന്നു. ഇവിടെ വന്നത് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി കിട്ടാൻ പാകത്തിന് നമ്മൾ അവിടെ മാനുവലി ഒരു എൻട്രി പോസ്റ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾക്കിവിടെ കാണാം 324.5 നമ്മൾ ഇവിടെ ഒരു എൻട്രി അത് മാനുവലിയാണ് ഇട്ടത്. അലർട്ട് ട്രിഗർ ഓർഡർ അതിലൊന്നും നമ്മൾ ഇന്നലെ വെച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയയെ നമ്മൾ കണ്ടെത്തിയിരുന്നില്ല, അത് ഇന്ന് കണ്ടെത്തി. അതിന് ശേഷം നമ്മൾ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ റണ്ണിങ് ടൈമിലാണ് നമ്മൾ ഈ ഒരു ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തത്. ഇവിടെ കാണാം ഈ ഒരു ക്യാൻഡിൽ വന്നത് ഹിറ്റ് ചെയ്തു. നമുക്ക് 156 ക്വാണ്ടിറ്റി അവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തു.
നമ്മളെല്ലായ്പ്പോഴും 0.5% സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അത് കവർ ഓർഡർ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇവിടെ എൻട്രി കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ പ്ലേസ് ആവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആയതാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ ഫയേഴ്സിൻ്റെ ചാർട്ടിൽ അത് അടയാളപ്പെടുത്തി എടുത്തുനിന്ന് ഇതിൻ്റെ പൊസിഷൻ ടൂൾ എടുത്ത് വെച്ചു. 1:2 നമ്മൾ അടയാളപ്പെടുത്തി. അതേപോലെ തന്നെ 1:1 ഒരു അലർട്ടും വെച്ചു. പിന്നെ നമുക്ക് കാണാം 1:1 അലർട്ട് ഹിറ്റായ സമയത്ത് നമ്മുടെ താഴത്ത് വെച്ചിരുന്ന ആ ഒരു സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് ട്രയൽ ചെയ്ത് വെച്ചു. അവിടെ നമ്മൾ ചെറിയൊരു ധൃതി കാണിച്ചു. അല്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് 1:2 കിട്ടുമായിരുന്നു. അതായത് ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു. 1:1 അലർട്ട് ഹിറ്റായപ്പോൾ നമ്മൾ താഴത്ത് വെച്ചിരുന്ന ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എടുത്ത് മുകളിലേക്ക് വെച്ചു. അത് ഈ ക്യാൻഡിൽ ക്ലോസ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് വെച്ചു. അതിനുണ്ടായ ഒരു കാരണം ചെറിയൊരു ഭയമാണ്. നമുക്കറിയാം നമ്മൾ ഈ മാസം ഇന്നലെ വരെ നിന്നിരുന്നത് ജസ്റ്റ് 57 രൂപ പ്രോഫിറ്റിലാണ്. അതായത് നമ്മൾ നെഗറ്റീവ് ആയിരുന്നില്ല, ഈ മാസം പോസിറ്റീവിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ട്രേഡ് എടുക്കാതിരുന്നാൽ നമുക്ക് നെഗറ്റീവ് ആകാതെ ഈ മാസം ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യാതിരുന്നെങ്കിലോ എന്നൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ഈ പറയുന്ന പോലെ ഇന്നലെ വളരെ അധികം വോളറ്റൈലായിരുന്നു. അപ്പോൾ ഇന്നെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ലോസിൽ ഈ മാസം അവസാനിപ്പിക്കേണ്ടിയും വരും. എന്നിരുന്നാലും ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഇന്ന് കണ്ടെത്താൻ പറ്റിയതുകൊണ്ട് അവിടെ ഓർഡർ ഇട്ടു, നമ്മൾ എൻട്രി എടുത്തു. പിന്നെ നമുക്ക് മനസ്സിലുണ്ടായിരുന്ന ഭയം ഇതാണ്, ഈ മാസം എങ്ങനെയെങ്കിലും നമുക്ക് പ്രോഫിറ്റിൽ അവസാനിപ്പിക്കണം. അതായത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല എങ്കിൽ 1:1 വരുമ്പോൾ അങ്ങ് എക്സിറ്റ് എടുത്ത് പോയാലോ എന്നൊരു തോന്നൽ. സോ ദാറ്റ് ആ ഒരു ഭയത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രയൽ ചെയ്തത്. അത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമായിരുന്നെങ്കിൽ നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റ് ചെയ്യില്ലായിരുന്നു. നമുക്ക് 1:2 എന്തായാലും കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ അത് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് ഈ പോയിന്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ 1:2 കിട്ടുമായിരുന്നു. അതർവൈസ് അത് മുകളിലേക്ക് തന്നെ കയറിപ്പോയി 1:3 4 അത് ടച്ച് ചെയ്യാനുള്ള സാധ്യത ഇന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 3 4 ഒന്നും നമ്മുടെ ഘടകമല്ല. 1:2 അറ്റ്ലീസ്റ്റ് നമുക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് നമ്മൾ ഔട്ടാവുകയാണ് ചെയ്തത്. എനിവേ, നമ്മുടെ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം ഈ മാസം നമ്മൾ 20 ദിവസം ട്രേഡിംഗ് ഡേയിൽ 20 ദിവസവും നമ്മൾ ട്രേഡ് എടുത്തു. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്തിരുന്നില്ല എങ്കിലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ലോസ് എങ്കിൽ ലോസ് വരട്ടെ, നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാമെന്ന രീതിയിൽ ഇന്ന് ട്രേഡ് ചെയ്യുകയായിരുന്നു. എനിവേ, ആ ചെറിയ പേടി കൊണ്ട് തന്നെ 1:2 എടുക്കാതെ എക്സിറ്റ് എടുത്തു. എനിവേ, എന്ന് നോക്കിക്കഴിഞ്ഞാൽ 20 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് 40% ദിവസമാണ് വിൻ ചെയ്യാൻ കഴിഞ്ഞത്. അതായത് 8 ദിവസമേ പ്രോഫിറ്റുള്ളൂ, 12 ദിവസവും നമ്മൾ ലോസായിരുന്നു. എന്നിട്ടും നമ്മൾ ഇതിൻ്റെ വിജയിക്കാനുള്ള ആ മാത്തമാറ്റിക്സ് തിരിച്ചറിഞ്ഞതിൻ്റെ ഗുണഫലമാണ് നമ്മൾ 3% നെറ്റ് പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഈ വർഷം നമ്മൾ ഇതുവരെ മൊത്തം 67 ദിവസമാണ് ടോട്ടൽ ട്രേഡ് ചെയ്തേക്കുന്നത്. അതായത് ഏപ്രിലിന് ശേഷം ഫിനാൻഷ്യൽ ഇയറാണ് നമ്മൾ പറയുന്നത്. 67 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു. 38 ദിവസവും ലോസ് ആയിരുന്നു. 29 ദിവസം മാത്രമാണ് പ്രോഫിറ്റ് കിട്ടിയത്. അതായത് 43% നമ്മുടെ നെറ്റ് ഇയർലി വിൻ റേഷ്യോ വരുന്നത്. അതിൽ നിന്ന് നമുക്ക് 19% പ്രോഫിറ്റ്, ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അത്രയും പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 3% എന്ന് പറയുന്നത് ഒരു മാസം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര മോശം പ്രോഫിറ്റ് അല്ല. കാരണം നമ്മൾ ബാങ്കിലിട്ടാൽ ഒരു വർഷത്തേക്ക് കിട്ടുന്നത് നമുക്ക് സീനിയർ സിറ്റിസൺ അല്ലാത്തവർക്ക് ഒരു 6% FDയിലിട്ടാൽ കിട്ടുന്നതെങ്കിൽ ഇതൊരു മാസം നമുക്ക് 3 കിട്ടിയെന്ന് പറയുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം 1:2 നമ്മൾ ഇന്ന് എടുത്തില്ല. 2 ആയിരുന്നു നമ്മൾ എടുത്തിരുന്നതെങ്കിൽ ഇത് 6% എബവ് പോകുമായിരുന്നു. പിന്നെ മറ്റ് ചില ദിവസങ്ങളിൽ മാർക്കറ്റ് നന്നായി റൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് 1:1 അല്ലെങ്കിൽ ബ്രേക്ക് ഇവന് മാത്രം എടുത്ത് എക്സിറ്റ് ചെയ്യേണ്ട ദിവസങ്ങളും ഈ മാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടേതല്ലാത്ത മറ്റ് പല ഘടകങ്ങളും കൊണ്ടിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഇത്രയും കുറഞ്ഞു പോയത്. എനിവേ, ഇത് അത്ര ചെറിയ പ്രോഫിറ്റ് അല്ല എന്ന് വീണ്ടും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മാസവും നമ്മൾ പ്രോഫിറ്റിലായിരുന്നു. അതിൻ്റെ മുന്നത്തെ മാസം നമ്മൾ കുറച്ച് നല്ല പ്രോഫിറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് മന്ത് നമ്മൾ അധികം ദിവസം ട്രേഡ് ചെയ്തിരുന്നില്ല, പക്ഷേ നെഗറ്റീവിലാണ് നമ്മൾ ഈ വർഷം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 മാസം നമ്മൾ കണ്ടിന്യൂസ് പ്രോഫിറ്റിലാണ്. നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ്
പ്രോഫിറ്റിൽ വന്നിട്ടുള്ള മാസങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ട്രേഡിംഗ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, കഴിഞ്ഞ ഇയർ എൻഡ് ലാസ്റ്റ് മന്ത് നമ്മൾ -21% ലോസിലാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ അത്രയും ഹ്യൂജ് ലോസിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം ഈ ജേണൽ എഴുതി തുടങ്ങിയപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഹ്യൂജ് ലോസിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പണ്ട് നമുക്കത് അറിയത്തില്ലായിരുന്നു, കാരണം നമ്മൾ ജേണലൊന്നും എഴുതുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. നമുക്കത് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ തെറ്റുകൾ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ജേണൽ എഴുതി വെച്ചത് കൊണ്ടാണ് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ എന്ത് തെറ്റൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല ഗുണങ്ങൾ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ആ നല്ല ഗുണങ്ങൾ കിട്ടിയതെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് നമ്മൾ അതെല്ലാം ഇതുപോലെ എഴുതി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. സോ ദാറ്റ് നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങിയിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇന്ന് തന്നെ എഴുതി തുടങ്ങുക. അത് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ വലിയൊരു മാറ്റം ഉറപ്പായും ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പോൾ ഇത് എഴുതി തുടങ്ങുക എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ ചെയ്തില്ല എന്ന് പറയുമ്പോൾ മടി കൊണ്ടാണ്. കാരണം ഇത് ചെയ്യുന്നതിനൊരു എഫർട്ടുണ്ട്, ആ എഫർട്ട് ഇടാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. ആ ഒരു ചെയ്യേണ്ട മെനക്കേട് ഓർക്കുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയുകയായിരുന്നു. നേരെ മറിച്ച് ആ ഒരു ഹാർഡ് വർക്കിന് നമ്മൾ തയ്യാറായപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി തന്ന ഗുണം സത്യം പറഞ്ഞറിയിക്കാനാവാത്ത മാനസികമായ ഗുണങ്ങൾ ഇതുണ്ടാക്കി തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സൈക്കോളജിയൊക്കെ ശരിയാകണമെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാലത്തും നല്ലൊരു സൈക്കോളജിക്കൽ ഇൻക്രിമെൻറ്റ് നമുക്ക് ട്രേഡിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് അപ്പോൾ ജേണൽ എഴുതി തുടങ്ങിയത് ഒത്തിരി നമുക്ക് ഗുണപ്പെട്ടു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ 3 മാസം പ്രോഫിറ്റിൽ കലാശിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു, ഒരു ട്രേഡ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹം കടന്നു പോകേണ്ടത് 2-3 ഫേസുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഡിസിപ്ലിൻസ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ പേരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ സ്ട്രാറ്റജികൾ പഠിക്കാനും സ്ട്രാറ്റജികളിലൂടെ എങ്ങനെ വിജയിക്കാം, ചാർട്ടിനുള്ളിൽ നിന്ന് നമുക്ക് വിജയത്തിനുള്ളൊരു കോമ്പിനേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള അനവധി സ്ട്രാറ്റജീസ് നമ്മൾ ട്രൈ ചെയ്യും. ഫസ്റ്റ് ടൈം നമ്മൾ ഈ പറഞ്ഞ പോലെ പല വിധത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ട്രൈ ചെയ്യും. ഏകദേശം 1-1.5 കൊല്ലമോ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു ഇൻഡിക്കേറ്ററും നമ്മളെ ഒരു വിധത്തിലും ഗുണപ്പെടാൻ പോകുന്നില്ല എന്ന്. ആ തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ പലരും പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് പഠിച്ചെടുക്കുക അത്ര എളുപ്പമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമുക്ക് ഒരു 6 മാസമോ 1 വർഷമോ വീണ്ടും ചിലവ് വരും. ഇനി ഈ ഒരു പീരീഡ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ട്രേഡുകൾ ഒരുപക്ഷെ പ്രോഫിറ്റിലാണെങ്കിൽ പോലും ഓവർ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ചാർജസും ലോസും വരുത്തുന്നുണ്ടാവും. എനിവേ വരുന്ന ലോസിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ ചാർജസ് വരുത്തുന്നത്. ഇതാണൊരു ഫസ്റ്റ് ഫേസ്. അതായത് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്താലും വിജയ ശതമാനം എത്ര മികച്ചതായിരുന്നാൽ പോലും നെറ്റ് എഫക്റ്റ് നമ്മൾ ലോസ് എടുത്തുകൊണ്ടേയിരിക്കും. അക്കൗണ്ട് പലവട്ടം വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ടാകും. ഈ ഒരു ഫേസിലൂടെ 1.5 കൊല്ലമോ ചിലപ്പോൾ ഒരു 3 കൊല്ലമോ വരെ ആൾക്കാർ കടന്നു പോകും. ഈ ഒരു ഫസ്റ്റ് ഫേസ് കഴിയുമ്പോഴാണ് നമ്മൾ പതുക്കെ ഡിസിപ്ലിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. എൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5-2 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ ജേണൽ എഴുതി തുടങ്ങിയത്. അപ്പോൾ അവിടെ തൊട്ട് പതുക്കെ നമ്മുടെ ഡിസിപ്ലിൻ ബിൽഡാകാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജിൽ പതിയെ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് അക്കൗണ്ട് വാഷ് ഔട്ട് ആകുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ തിരികെ വരാൻ തുടങ്ങും. കാരണം ഓവർ ട്രേഡിങ് നല്ല രീതിയിൽ കുറയാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ലോസിലാണ് നമ്മൾ, പക്ഷേ ഇട്ട ക്യാപിറ്റൽ മൊത്തത്തിൽ ഒലിച്ചു പോകുന്നില്ല. ആ ഒരു സ്റ്റേജ്, അപ്പോൾ ഒരു സെക്കൻഡ് ഫേസ് നമ്മൾ എത്തുന്നു. അപ്പോൾ ലോസ് ഗണ്യമായി കുറഞ്ഞു. നമ്മൾ ഇനി ഒരിക്കലും അക്കൗണ്ട് 0 ആകില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സ്റ്റേജാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിരന്തരം എല്ലാ മാസവും ലോസിലോ അല്ലെങ്കിൽ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്തിട്ടോ ക്ലോസ് ചെയ്തിരുന്ന നമ്മൾ പതിയെ കണ്ടിന്യൂസ് പ്രോഫിറ്റിലേക്ക് വരാൻ തുടങ്ങുന്നു. അതർവൈസ് വലിയ ലോസിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് ചില മാസങ്ങളിൽ വരുന്നു, ചില മാസങ്ങളിൽ ലോസാണെങ്കിൽ പോലും വലിയ ലോസിലേക്ക് പോകുന്നില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഫേസോ തേർഡ് ഫേസോ ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഇനി ഇങ്ങനത്തെ ഒരു ഫേസ് ഒരു 200 ദിവസം, ദാറ്റ് മീൻസ് ഒരു വർഷം ട്രേഡ് ചെയ്താൽ ഈ ഒരു ഫേസിലൂടെ നമ്മൾ കൃത്യമായ ഡിസിപ്ലിനോടുകൂടെ 1 വർഷം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിൽ പഠിച്ചിരുന്നതിനേക്കാൾ ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും. കാരണം നമ്മളിപ്പോൾ
വലിയ ലോസിലേക്ക് പോകുന്നില്ല, അക്കൗണ്ട് വാഷ് ഔട്ടായി പോകുന്നില്ല. സോ നമ്മുടെ സൈക്കോളജിക്കൽ ലെവലൊക്കെ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുണ്ട്. നമ്മളധികം ഇമോഷണൽ അല്ല. ലോസ് അടിക്കുമ്പോൾ പോലും നമുക്ക് കാര്യമായ ഇമോഷൻസ് പിടിപെടുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ മൈൻഡ് നന്നായിട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുന്നേ കണ്ടിട്ടും മനസ്സിലാക്കാതെ പഠിക്കാതെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഏറ്റവും അധികം പഠിക്കാൻ തുടങ്ങുന്നൊരു ഫേസ് ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഫേസ് നല്ലപോലെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്രോ ട്രേഡർ ആകുന്ന ഒരു ഫേസാണ് ഇനി വരാനുള്ളത്. അത് ഈ ഒരു വർഷം കൃത്യമായ ഡിസിപ്ലിനോടുകൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ ഒരു 200 ദിവസം ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ എത്രയാണ് ചെയ്യുന്നത്, 1:2 റിസ്ക് റിവാർഡ് മാത്രം എടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ 1:2 എക്സിറ്റ് എടുത്തപ്പോൾ ആ ദിവസം 1:4 പോയി. പക്ഷേ നമ്മൾ അന്നും 1:2 എടുത്തിട്ടുള്ളൂ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഓൾറെഡി 1:3 അത് ടച്ച് ചെയ്ത് കഴിഞ്ഞു. 1:4 എടുത്തത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 1:1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണ്. പക്ഷേ നമ്മുടെ പേടി എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് വിട്ടുമാറിയിട്ടില്ല. അതായത് ഈ 4ലേക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല, ഈ 3ലേക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇവിടെ ഈ 3ലേക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ധൈര്യം നമുക്കില്ലായിരുന്നു. പക്ഷേ നമ്മളിതെല്ലാം സ്ഥിരം കണ്ട് പതുക്കെ നമ്മുടെ കോൺഫിഡൻസ് ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു 200 ദിവസം കഴിയുമ്പോൾ നമ്മൾ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇനി ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ 67 ദിവസമേ ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യും. അടുത്ത വർഷം മുതൽ മാത്രമായിരിക്കും നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ 1:2 നമ്മൾ എന്തായാലും എക്സിറ്റ് എടുക്കുന്നുണ്ടാവില്ല. മിനിമം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു റെസിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യും. എന്നിരുന്നാലും അവിടെ പോയിട്ട് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് എടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മളിവിടെ നോക്കും, ഇവിടെ പോയി ഹിറ്റ് ചെയ്തു തിരികെ താഴത്തേക്ക് പോരുകയാണെങ്കിൽ നമ്മളൊരു പക്ഷേ ട്രയലും സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഇവനിലോ 1:1 വെച്ചിട്ടുണ്ടാവാം. ഈ ഒരു പോയിന്റിനെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻഡലിൻ്റെ താഴത്ത് നമ്മൾ ഉറപ്പായിട്ടും ട്രയൽ ചെയ്യും. അപ്പോൾ അത് 1:2 ആണോ അല്ലെ എത്രയാണെന്ന് നമ്മൾ നോക്കില്ല, ഇവിടെ ട്രയൽ ചെയ്യും. കാരണം ഇവിടെ ക്ലോസിങ് തന്നാൽ പിന്നെ ഇത് സപ്പോർട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തിരികെ വന്ന സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആവാം. ഇല്ലെങ്കിൽ ഇന്നത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസത്തെ ലോയാണ്, ഇന്നത്തെ ഹൈ ആണ്. അവിടെ വന്നൊരു ഹിറ്റ് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് പിന്നെ ടാർഗറ്റ് ചെയ്യാം. ഇനി അവിടെ പോയി ഹിറ്റ് ചെയ്യുന്ന ക്യാൻഡലിൻ്റെ താഴത്ത് നമ്മളിവിടെ ട്രയലും സ്റ്റോപ്പ് ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അങ്ങോട്ട് ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുകയാണ്. അത് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 1:3 നിയർലി 5. അപ്പോൾ 1:3 3.5 എന്ന് കിട്ടാമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ ഈ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കണം, ഒരു ദിവസം പോലും 1:2 കൂടുതൽ നമ്മൾ റിസ്ക് റിവാർഡ് എടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ദിവസം 1:7 പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രയൽ ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ 1:3 4 ചിലപ്പോൾ 7 തന്നെ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടാം. അങ്ങനെ ഹ്യൂജ് റിസ്ക് റിവാർഡ് കിട്ടിത്തുടങ്ങിയാൽ, ഹ്യൂജ് ഒന്നും വേണ്ട, 1:3 വെച്ച് തന്നെ റിസ്ക് റിവാർഡ് കിട്ടിത്തുടങ്ങിയാൽ തന്നെ നമ്മുടെ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഈ വർഷം ഇപ്പോൾ 19% ആണെങ്കിൽ ഇതിനേക്കാൾ ഒത്തിരി മികച്ചതായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ട്രേഡിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിക്കുന്ന ട്രേഡർമാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇയർലി പ്രോഫിറ്റൊക്കെ പറയുന്നത് 225, 350, 480 ഒക്കെ ഇയർലി പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്കും സാധിക്കും. പടിപടിയായിട്ട് കണ്ട് പഠിച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോയാൽ നമ്മൾ തകർന്നു പോകത്തുമില്ല. നമ്മുടെ കോൺഫിഡൻസ് ബിൽഡാകുകയും പ്രോഫിറ്റബിലിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കൈവിട്ടൊരു കളിക്ക് തയ്യാറാകാതെ നമ്മളിപ്പോൾ വളരെ ഡിസിപ്ലിനായിട്ട് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 200 ദിവസം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിച്ച് കൂടെ നിൽക്കുക. അടുത്ത വർഷം നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്യുന്നത് ഇപ്പോൾ പോകുന്ന ഈ ഒരു ലെവലൊക്കെ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ ലെവലിലേക്ക് എത്തുന്നുണ്ടാകും. 1:3 4 ഒക്കെ നമ്മൾ സിമ്പിളി എടുക്കുന്ന കാഴ്ച കാണുന്നുണ്ടാകും. ഹ്യൂജ് പ്രോഫിറ്റ്, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് ഒരു വർഷം 100% എടുക്കുക എന്നതാണ്. അത് ഇപ്പോഴത്തേതാണ്. എന്നാൽ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ആയതിനു ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഹയർ റിസ്ക് റിവാർഡ് എടുക്കുന്ന സമയത്ത്
ഡിഫൻസ് ആയിരിക്കും നമ്മൾ കളിക്കുന്നത്. അഗ്രസീവായിട്ടുള്ള ഒരു കളികളും നമ്മൾ ഇടപെടുന്നുണ്ടാവില്ല. എനിവേ ആ ഡിഫൻസിൽ തന്നെ നമ്മുടെ തന്ത്രങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് 200, 300, 400% ഒരു വർഷം പ്രോഫിറ്റ് കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ലാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ എന്തായാലും മാറുന്നുണ്ടാകും. ഒപ്പം ഇനി ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഓഗസ്റ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി, റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ മാസം നമുക്ക് 40% വിൻ റേഷ്യോ കിട്ടി, കഴിഞ്ഞ മാസം നമുക്ക് 48% വിൻ റേഷ്യോ കിട്ടി, അതിൻ്റെ മുന്നത്തെ മാസം നമുക്ക് 50% വിൻ റേഷ്യോ കിട്ടി. അപ്പോൾ ഈ ഒരു നിയർലി 50% വിൻ റേഷ്യോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാനുവലി ഒരു മനുഷ്യൻ വരുത്താവുന്ന എല്ലാ മിസ്റ്റേക്കുകളും നമ്മൾ വരുത്തിയിട്ടും നമുക്ക് ഇത്രയും വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്. നെറ്റ് ആ മന്ത് നമുക്ക് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതുവരെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുന്നിലത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. നമ്മൾ 4-5 ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നമ്മുടെ ചാനലിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ കുറച്ചധികം ദിവസങ്ങളിൽ ഓരോ സ്ട്രാറ്റജി വീതം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടും നമുക്ക് സുഖകരമായിട്ടും കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. സോ ദാറ്റ് ഇത് നിങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹമുള്ള എല്ലാവരെയും ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് വരുന്ന വീഡിയോയിൽ നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റായിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഏകദേശം ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കണക്ക് കൂട്ടിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡേറ്റ് പിന്നാലെ അറിയിക്കാം. അപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക ടെലഗ്രാം ചാനൽ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാനത് പിൻ ചെയ്തും വെക്കാം. അപ്പം നിങ്ങൾ ആ ചാനലിലൊന്ന് മെമ്പറായിട്ടിരിക്കുക. ആ ചാനലിലായിരിക്കും നമ്മൾ ഈ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഡേറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 ദിവസം നമുക്ക് ലൈവായിട്ട് തന്നെ ഈ ചാനലിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്കൊക്കെ പങ്കെടുത്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ 5 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനഃപ്പാഠം പഠിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലെവലിൽ നിങ്ങളാകുന്നുണ്ടാകും. പിന്നെ അറിയാലോ, എന്തും കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല, പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കൈ തെളിഞ്ഞ് വരേണ്ടത്. എനിവേ ഈ സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും നിങ്ങളെ നമ്മൾ ഏത് വിധത്തിലും പഠിപ്പിക്കുന്നുണ്ടാകും. പിന്നെ അത് റിപ്പീറ്റഡ്ലി എത്ര പേർക്ക് വേണോ നമ്മളത് ചെയ്യാനും ഒരു ഉദ്ദേശം മനസ്സിലിപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ഇന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് ഇരുന്നേക്കുക. നമ്മൾ അതിലൂടെ ആയിരിക്കും ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു റിക്വസ്റ്റ് അവസാനം ഒന്നും കൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത് കാണാൻ ആരൊക്കെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.